മക്ക ഹറം പള്ളിയിലെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കുന്നത് 12 പ്രധാന സ്റ്റേഷനുകളിൽ നിന്നെന്ന് ഇരുഹറം കാര്യാലയം. 2.5 ലക്ഷത്തിലധികം ഉപകരണങ്ങൾ ഹറമിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഹറമിലെ വൈദ്യുതിയുടെ നിരീക്ഷണവും വിതരണവും. 1373 സ്ഥാപക ഭരണാധികാരിയായ അബ്ദുൽ അസീസ് രാജാവ് തുടക്കമിട്ട ഹറമിന്റെ ആദ്യ വിപുലീകരണത്തോടെയാണ് മസ്ജിദുൽ ഹറമിലേക്ക് ആദ്യമായി വൈദ്യുതി എത്തിയത്. 7.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അന്ന് ആദ്യമായി ഹറം പള്ളിയിൽ വൈദ്യുതി പ്രകാശം പരന്നു. തുടർന്ന് കാലാകാലങ്ങളിലായി നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചു. 2.5 ലക്ഷത്തിലധികം വരുന്ന വിവിധ ഉപകരണങ്ങളാണ് ഇന്ന് ഹറമിൽ വൈദ്യുതിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത്. ഇതിനാവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യാൻ 12 പ്രധാന അനുബന്ധ ഇലക്ട്രിക്കൽ സ്റ്റേഷനുകൾ മുഴുസമയവും പ്രവർത്തിക്കുന്നു. ഇലക്ട്രിസിറ്റി കമ്പനിയുടെ 4 പ്രധാന സ്റ്റേഷനുകളിൽ നിന്നാണ് ഹറമിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തുന്നത്. ഇത് ഹറം പള്ളിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന 3 കൺട്രോൾ സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചേരും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഹറം പള്ളിയിലേക്ക് വരുന്ന വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുകയോ വോൾട്ടേജിൽ വ്യതിയാനമുണ്ടാവുകയോ ചെയ്താൽ തൽക്ഷണം പരിഹരിക്കാനായി ഹറം പള്ളിയിൽ 15 സ്ഥലങ്ങളിലായി കൂറ്റൻ UPSകളും സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇവയുടെ പരിപാലനം. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.